കേരള പോലീസിലെ കൊള്ളരുതായ്മയ്ക്കെതിരെ സമൂഹ മാധ്യമത്തിൽ നിരന്തരം പ്രതികരിക്കുകയും അതിൻ്റെ പേരിൽ പിന്നീട് പോലീസിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്തു. ഒടുവിൽ ഇപ്പോൾ പോലീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ഉമേഷ് വള്ളിക്കുന്ന് സമൂഹം അദ്ദേഹത്തെ വലിയ ധീരനായി തന്നെയാണ് ഇപ്പോഴും വിലയിരുത്തുന്നത്. കാരണം പോലീസിലെ കൊള്ളരുതായ്മയ്ക്കെതിരെയാണ് അദ്ദേഹം പ്രതികരിച്ചത് എന്നുള്ളതുകൊണ്ടാണ്. അദ്ദേഹം ആ പോലീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടതിന് പിന്നാലെ ഇപ്പോൾ ഇനി ഈ പുതുവർഷം മുതൽ പുതിയ ഒരു കർമ്മമേഖലയിലേക്ക് തിരിയുകയാണ്. അതെന്താണ് എന്ന് വ്യക്തമാക്കാൻ ഉമേഷ് വള്ളിക്കുന്ന് തന്നെ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. എന്താണ് താങ്കൾ എന്തായാലും താങ്കൾ വലിയൊരു ശബ്ദമുയർത്തിയതായിരുന്നു, ഇപ്പോഴിതാ പുതിയൊരു മേഖലയിലേക്ക് വരുന്നു. എന്താണ് ആ മേഖല? അതെ, നമ്മൾ പിരിച്ചുവിടപ്പെടുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു. ഒരു 1.5 വർഷമായിട്ട് സസ്പെൻഷനിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പോൾ എങ്ങനെ പിരിച്ചുവിടപ്പെട്ടാൽ എങ്ങനെ ജീവിക്കും എന്നുള്ളതിനുള്ളൊരു മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പ് സഹകരിച്ചിട്ടുള്ള നമ്മളെ സുഹൃത്തുക്കളുടെ സ്ഥാപനങ്ങളുമായിട്ട് സഹകരിച്ച് നിലവിൽ ഈ രംഗത്തുള്ള 3 സ്ഥാപനങ്ങൾ നമ്മളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്ഥാപനങ്ങളായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് സംരംഭമാണ് നമ്മൾ തുടങ്ങുന്നത്. താങ്കളുടെ ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പി വിജയൻ IPSനൊക്കെ നന്ദി പറയുന്നുണ്ട്. ആ ഒരു നന്ദി പറയാനുള്ള ഒരു സാഹചര്യം അതെന്ന് പറഞ്ഞാൽ ഞാൻ 2010 SPCയുടെ ഉദ്ഘാടനത്തിന് അന്ന് ഞാൻ കമ്മീഷൻ ഓഫീസിൽ ജോലി ചെയ്യുന്നത്, SPCയുടെ സ്റ്റേറ്റ് ഓഫീസിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഒരു ഇനാഗുറൽ ഇവൻറ്റ് സംഘടിപ്പിക്കുന്നതിൽ അന്നത്തെ ഇവൻറ്റ് മാനേജർ ജോ ആയിരുന്നു. അപ്പോൾ ജോയുടെ കൂടെ നിന്ന് തന്നെ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് പക്ഷേ എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു സംഭവം തന്നെയായിരുന്നു. പിന്നെയും നമ്മൾ എന്തെങ്കിലും സംഘാടനപരമായിട്ടുള്ള എന്തെങ്കിലും വരുമ്പോൾ നമ്മളത് ഏറ്റെടുത്ത് ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ യാദൃശികമായിട്ടാണ് നമ്മൾ ആ ഫീൽഡിലേക്ക് തന്നെ എത്തിച്ചേരുന്നത്. അപ്പോൾ ഞാൻ വിജയൻ സാർ ഓർത്തു, അതാണ് സംഭവം. മറ്റൊന്ന്, ഈ പോലീസിലെ കൊള്ളരുതായ്മകൾക്കെതിരെ സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു, അതിന് നടപടി നേരിട്ടു. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ അത്രയും പറയേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ തോന്നിയിട്ടുണ്ട്? മുഴുവൻ പറഞ്ഞില്ലല്ലോ എന്നേ തോന്നിയിട്ടുള്ളൂ. കാരണം ഇനിയും പറയാനുണ്ട്, തിരുത്തപ്പെടാനുണ്ട്. അപ്പോൾ നമ്മൾ പുറത്താക്കിയാലും നമ്മുടെ ശബ്ദം നിന്നു പോകുമെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ഒരിക്കലും അല്ല. ഇപ്പം വരാനുള്ള പോരാളികൾക്കുള്ളൊരു വഴിയൊരുക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനിയും പോലീസിനകത്തുള്ള കൊള്ളരുതായ്മകളെ, അഴിമതിയെ, അതുപോലെ മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളെയൊക്കെ തുറന്നു കാണിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ വരും. അപ്പോൾ അവർക്കുള്ളൊരു വഴിയൊരുക്കുന്ന അല്ലെങ്കിൽ അവരുടെ മുമ്പേ നടക്കുന്ന ചെറിയൊരു പണി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്തായാലും പുതിയ കർമ്മമേഖലയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ പിരിച്ചുവിടപ്പെട്ട കാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്പീൽ പോവുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് നിയമ നടപടികൾ എങ്ങനെയാണ്? അപ്പീൽ പോകും. 2 മാസം അപ്പീലിന് സമയമുണ്ട്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കും. അത് മിക്കവാറും ഒരു വർഷമൊക്കെ അവർ വെച്ച് നീട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനുശേഷം അത് തള്ളിക്കൊണ്ട് വരാനാണ് സാധ്യത. അപ്പീൽ തള്ളിക്കൊണ്ട് മറുപടി വരും. പിന്നെ നമ്മൾ ട്രിബ്യൂണലിലും കോടതിയും വഴി പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ആ ഒരു 3-4 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ സമയം എടുക്കും. ആ സമയം നമ്മൾ ഈ മേഖലയിൽ പെർഫോം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും പലപ്പോഴും സുഹൃത്തുക്കൾക്കിടയിൽ പറയുന്നൊരു പേരാണ് ഉമേഷ് വള്ളിക്കുന്ന്. കാരണം ഈ കൊള്ളരുതായ്മകൾക്കെതിരെ ശബ്ദിച്ചതിൻ്റെ പേരിലാണ് താങ്കളെ പുറത്താക്കപ്പെട്ടിരിക്കുന്നത്. ഇനി കർമ്മമേഖലയിൽ എന്തായാലും പുതിയ കർമ്മം തിളങ്ങട്ടെ. താങ്ക് യു. ഉമേഷ് വള്ളിക്കുന്നാണ്. അദ്ദേഹം പുതിയ കർമ്മമേഖലയിലേക്ക് കടക്കുകയാണ്. ഇവൻറ്റ് മാനേജ്മെൻറ്റ് രംഗത്തേക്ക് ഒക്കെ കടക്കുകയാണ്. അതും പോലീസിലെ കൊള്ളരുതായ്മകൾക്കെതിരെ പുറത്താക്കിയാലും ശബ്ദിച്ചുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.